പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തില്, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തില് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ മക്കളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെല്ലാ പൂർവികരെയും ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് ആരാധിച്ച് നന്ദി പറയുന്നു. അപ്പന്റെ കൈവഴികളിലുള്ള, അമ്മയുടെ കൈവഴികളിലുള്ള എല്ലാ പൂർവികരെയും ഞങ്ങൾ കണ്ടിട്ടുള്ളവരും കാണാത്തവരും കേട്ടിട്ടുള്ളവരും കേട്ടിട്ടില്ലാത്തവരുമായ ആയിരക്കണക്കിന് ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിലെ എല്ലാ മക്കളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരുടെ ആത്മാക്കളെ അവിടുത്തെ കരുണയാൽ പൊതിഞ്ഞ് തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് സ്വർഗ സൗഭാഗ്യത്തിന് അർഹരാക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മേൽ കർത്താവേ കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ആരോരും പ്രാർത്ഥിക്കാനില്ലാത്ത എല്ലാ ശുദ്ധീകരണ ആത്മാക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താൽ മോക്ഷത്തിൽ ചേരുവാൻ ഇടയാകട്ടെ. പിതാവേ, ഈശോമിശിഹാ കർത്താവിന്റെ വിലതീരാത്ത തിരിച്ചുവരയെ കുറിച്ച് മരിച്ച വിശ്വാസികളുടെ മേൽ കരുണയായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരു മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിൽ മരിച്ചു പോയവർക്ക് വേണ്ടി, എല്ലാ ശുദ്ധീനാത്മാക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ മക്കൾക്കും തലമുറയ്ക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബത്തിൽ മരിച്ചു പോയ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ഇന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുടുംബവൃക്ഷത്തെ മുറിവേൽപ്പിച്ച, ഒത്തിരിയേറെ തിന്മയുടെ സ്വാധീനങ്ങൾ കടന്നു വരുവാൻ ഇടയാക്കിയവർ, അങ്ങനെയുള്ള ഒത്തിരി മക്കൾ നമ്മുടെ കുടുംബവൃക്ഷത്തിലുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി ബലിയർപ്പിച്ച് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ആ മുറിവുണക്കുന്ന കർത്താവിന്റെ സ്നേഹം, അവിടുത്തെ പരിശുദ്ധ രക്തത്തിന്റെ ശക്തി നമ്മുടെ തലമുറയിലേക്ക് നിറഞ്ഞു. നമുക്കറിയാം, ഒരു വ്യക്തിയുടെ പാപം, അവന്റെ അകൃത്യം, പ്രമാണ ലംഘനം, അത് നമ്മുടെ കുടുംബത്തെ മുറിവേൽപ്പിക്കും. പാപിചാരം ചെയ്തവർ, മന്ത്രവാദം ചെയ്തവർ, കൂടോത്രം ചെയ്തവർ, വിസർവാഹത്തിലൂടെ കർത്താവിന്റെ വചനം വിട്ടുപോയവർ, ഗർഭചിത്രം ചെയ്തവർ, വിവാഹമോചനം ചെയ്തവർ, കുടുംബത്തിൽ ശത്രുതയും വെറുപ്പും ഭിന്നതയും ഒക്കെ കഴിഞ്ഞവർ, സ്വത്തിന്റെ പേരിൽ ഒത്തിരിയേറെ ഭിന്നിച്ചു കഴിഞ്ഞു, അമ്മായിയമ്മയെ വേദനിപ്പിച്ച് കണ്ണീര് വീഴ്ത്തിയ മരുമക്കളുടെ കണ്ണുനീര് വീഴ്ത്തിയ മാതാപിതാക്കൾ, അമ്മായിമാര്, അമ്മായിപ്പന്മാര്, ഇങ്ങനെ ഒത്തിരിയേറെ മേഖലയില് പ്രിയപ്പെട്ടവരെ നമ്മുടെ കുടുംബവൃക്ഷത്തില് ഒത്തിരിയേറെ മുറിവേറ്റിട്ടുണ്ട്. വേണ്ടാത്ത രക്തം വീണിട്ടുണ്ട്, കണ്ണീര് വീണിട്ടുണ്ട്. അതിന്റെ പേര് ശപിച്ചവർ, സ്വന്തം രക്തബന്ധത്തെ ശപിച്ചവർ. ഇതൊക്കെ നമ്മുടെ കുടുംബവൃക്ഷത്തില് മുറിവേൽപ്പിക്കുകയാണ് ചെയ്തത്. ഗലാത്യർ 6:7-8 പറയുന്നുണ്ട്, നിങ്ങൾക്ക് വ്യാമോഹം വേണ്ട. മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യും, വിതയ്ക്കുന്നത് കൊയ്യും. വേണ്ടാത്തത് കുടുംബവൃക്ഷത്തിൽ വിതച്ചിട്ടിരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിതച്ചെടുത്തിട്ട ഒരു വിത്താണ്. വിത്ത് വിതച്ചാൽ എന്ത് പറ്റും? അത് കൊയ്യേണ്ടി വരും. പിന്നെ പാട്ട് പാടുമല്ലോ, കാറ്റു വിതച്ചു കൊടുങ്കാറ്റു കൊയ്യുന്ന മേച്ചിൽ പുറങ്ങളിലൂടെ. അതെ, കാറ്റ് വിതച്ചു, കൊയ്യുന്നത് കൊടുങ്കാറ്റാണ്. ഇന്ന് പല നാശത്തിന്റെയും തകർച്ചയുടെയും കൊടുങ്കാറ്റ് പോലുള്ള ചില അനുഭവങ്ങളുടെ പിന്നിൽ പണ്ട് ആരോ വിതച്ചിട്ടിരിക്കുന്ന വിത്തിന്റെ ഫലം പുറപ്പെടുവിക്കലുണ്ട്. നമുക്കറിയാം, ഒരു നെൽമണി അത് വിതച്ച് അത് ചെടിയായി വളർന്ന് കതിരിടുമ്പോ അത് നമ്മൾ കൊയ്യാൻ ചെല്ലുമ്പോഴേക്കും ഒരു കതിർ നിറയെ നെൽമണികളായി.
എന്ന് പറഞ്ഞ പോലെ വിതച്ച വിത്തുകള് അത് ഫലം പുറപ്പെടുവിക്കും. അതുകൊണ്ട് നമ്മള് നമ്മുടെ കുടുംബവൃക്ഷത്തിൽ ഇതുപോലെ വിത്ത് വിതയ്ക്കപ്പെട്ട് കിടക്കുന്നത്, മുറിവേൽപ്പിച്ചിട്ടിരിക്കുന്നത്, ശാപത്തിന്റെ പറഞ്ഞില്ലേ, ഇതൊക്കെ കിടക്കുന്നുണ്ട്. ആ മേഖലകൾക്ക് വേണ്ടി നമ്മൾ ഇന്ന് പ്രത്യേകം കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അറിഞ്ഞോ അറിയാതെയോ എന്തുമാകട്ടെ, പിന്നെ കൂതാശ ജീവിതമില്ലാത്തവര് പള്ളി പോവില്ല. നമ്മുടെ കുടുംബവൃക്ഷത്തെ അതുപോലെ മുറിവേൽപ്പിച്ചവരാണ് അവര്. കൂതാശയില്ല, പള്ളി പോകില്ല, കുടുംബ പ്രാർത്ഥനയില്ല, ദൈവബന്ധമില്ല, ദൈവ നിന്ന വിശ്വാസം, നിരീശ്വരവാദം, ഇതിനൊക്കെ പോണം. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മാപ്പ് ചോദിക്കാം. ഇനി അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ നമുക്കറിയാൻ പാടാത്ത കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബവൃക്ഷത്തെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് കർത്താവ് ഞങ്ങളുടെ കുടുംബവൃക്ഷത്തെ ഇതുപോലെ മുറിവേൽപ്പിച്ച, ക്ഷതമേൽപ്പിച്ച പൈശാചിക ശക്തികൾ വിളിച്ചുകൊണ്ടുവരുന്ന ഇടയായ എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമ്മുടെ കുടുംബവൃക്ഷത്തെ മുറിവേൽപ്പിച്ചവര് ഒത്തിരിയേറെ രോഗങ്ങള്, തകർച്ചകള്, ചില ശാപങ്ങള് കിടക്കുന്ന അരൂപികളൊക്കെ ആയിട്ട് അങ്ങനെയുള്ള മേഖലകൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ കരുണ, അതിദാരുണമായ പീഡാസഹനങ്ങളുടെ യോഗ്യതയില്, കർത്താവ് ചിന്തിയ പരിശുദ്ധ രക്തത്തിന്റെ യോഗ്യതയില്, കർത്താവ് അർപ്പിച്ച കുരിശുമരണത്തിന്റെ യോഗ്യതയില്, അതിദാരുണമായ പീഡാസഹനങ്ങളുടെ അനന്ത യോഗ്യതകളില് ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിന്റെ മേലും ഈ മേഖലകളുടെ മേലും കരുണയായിരിക്കണം എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. അപ്പൊ അച്ഛൻ പറയാണ്, തിരുരക്തത്തിന്റെ ജപമാല ചൊല്ലി നമ്മുടെ കുടുംബവൃക്ഷത്തെ മുഴുവൻ സൗഖ്യപ്പെടുത്തുന്ന, മുറിവുണക്കുന്ന, എല്ലാ ക്ഷതങ്ങളും മാറ്റി വലിയ ആരോഗ്യം നൽകുന്ന വലിയ അഭിഷേകം ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിനും ഇപ്പോൾ ആയിരിക്കുന്ന തലമുറയിലെ എല്ലാ ശാഖകൾക്കും എല്ലാ മക്കൾക്കും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ആരാധനായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളൊക്കെ നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഏറെ ശുശ്രൂഷകളിലാണ് എല്ലാം ദൈവം അഭിഷേകത്തോടെ നയിക്കട്ടെ. നിങ്ങളെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ പ്രാർത്ഥന ഓർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങള് ഈ ശുശ്രൂഷകൾക്ക് അനേകം പേർക്കൊക്കെ പങ്കുവെച്ചു കൊടുക്കാനൊന്നും മടിക്കരുത് കേട്ടോ. ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അനേകം മക്കൾക്ക് പകർന്നു കൊടുക്കുക. കാരണം ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കുക. നമ്മുടെ അടുത്ത ധ്യാനം എന്നാണ് ഈ മാസം 28, 29, 30 അതൊക്കെ കണ്ട് നേരത്തെ ബുക്ക് ചെയ്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ധ്യാനിക്കാം, ഒരുമിച്ച് മുന്നോട്ട് പോകാം. കർത്താവിന്റെ കരുണ സ്വന്തമാക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തില് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ മക്കളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ അപ്പന്റെ കൈവഴികളിലുള്ള, അമ്മയുടെ കൈവഴികളിലുള്ള എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് മരിച്ചു പോയ എല്ലാ പൂർവികരെയും ഓർത്ത് നന്ദി പറഞ്ഞ് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തില് അറിഞ്ഞോ അറിയാതെയോ പാപത്തിലൂടെ, അകൃത്യത്തിലൂടെ, കലഹത്തിലൂടെ, ഭിന്നതയിലൂടെ, പ്രമാണ ലംഘനങ്ങളിലൂടെ, വചന ലംഘനങ്ങളിലൂടെ മുറിവേൽപ്പിച്ച് ഞങ്ങളുടെ കുടുംബവൃക്ഷത്തെ ക്ഷതമേൽപ്പിച്ച അനേകം മക്കളുണ്ട്. ഈശോ, അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ പാപങ്ങളോർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. കർത്താവേ, അറിവില്ലായ്മ കൊണ്ട്, ഉദാശ ബന്ധമില്ലാത്തത് കൊണ്ട്, പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടാതെ പോയത് കൊണ്ട് ഒന്നുപോയ വീഴ്ചകള് ഞങ്ങളുടെ കുടുംബവൃക്ഷത്തെയൊക്കെ ഒത്തിരി മുറിവേൽപ്പിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈശോ, അങ്ങയുടെ തിരുമുറിവിനാല് ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിനേറ്റ മുറിവുകളെ ഉണക്കണമേ, ക്ഷതങ്ങളെ ഉണക്കണമേ. അതിലൂടെ കടന്നു വന്ന രോഗശക്തികള്, പാപശക്തികള്, ശാപശക്തികള്, പൈശാചിക ശക്തികള്, അന്ധകാര ശക്തികള് കർത്താവ് ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിൽ നിന്ന് അങ്ങെടുത്തു മാറ്റണമേ. കർത്താവേ, അങ്ങയുടെ രക്തം ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിന്റെ മേൽ തളിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുരിശുമരണത്തിന്റെ ശക്തി അതിശക്തമായി ഞങ്ങളുടെ കുടുംബവൃക്ഷത്തില് പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വലിയ കരുണ ഞങ്ങളുടെ കുടുംബവൃക്ഷത്തിന് മേൽ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ മുറിവുകളും മുടക്കി കർത്താവേ, ഞങ്ങളുടെ തലമുറയെ, ഞങ്ങളുടെ കുടുംബവൃക്ഷത്തെ അനുഗ്രഹിക്കണമേ. ആ മുറിവുകള് ഞങ്ങളുടെ തലമുറയെയും ഞങ്ങളെയും മുറിവേൽപ്പിച്ചിട്ടുണ്ട്. പല രോഗങ്ങളിലേക്ക്, പല തകർച്ചകളിലേക്ക്, ദുശീലങ്ങളിലേക്ക്, തർക്കദോഷങ്ങളിലേക്ക്, പല പല മുറിവുകളിലേക്ക് തന്നെ, വൈകല്യങ്ങളിലേക്കും വൈകൃതങ്ങളിലേക്കും ഒക്കെ നയിച്ചിട്ടുണ്ട്. അതെല്ലാം എടുത്തു മാറ്റണമേ.
ഞങ്ങളോടും ഞങ്ങളുടെ കുടുംബത്തോടും ഞങ്ങളുടെ തലമുറയോടും കരുണയായിരിക്കണമേ. എല്ലാ പ്രിയപ്പെട്ടവരെ നമുക്ക് സ്നേഹിക്കാം. വന്നുപോയ വീഴ്ചകളും മാനുഷികമായ ബലഹീനതകളും കുറവുകളും വീഴ്ചകളും എല്ലാം ഒട്ടും മാപ്പ് ചോദിക്കാം. എല്ലാ ശുദ്ധീന ആത്മാക്കളെയും പ്രത്യേകിച്ച് നമ്മുടെ കുടുംബവൃക്ഷത്തിൽ നിന്ന് മരണം മൂലം വേറെ പിരിഞ്ഞു പോയ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ കരുണയ്ക്കായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, നിത്യപിതാവേ, അങ്ങയുടെ ദിവ്യസുതനായ ഈശോ മിശിഹായുടെ ഏറ്റവും വിലയേറിയ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യ ബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ വിശുദ്ധാത്മാക്കൾക്കായും എല്ലായിടത്തുമുള്ള പാപികൾക്കായും ആഗോള സഭയിലും ഞങ്ങളുടെ ഭവനങ്ങളിലും കുടുംബങ്ങളിലുമുള്ള എല്ലാ പാപികൾക്കായും ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബവൃക്ഷത്തെ ക്ഷതമേൽപ്പിച്ച മുറിവേൽപ്പിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരിലൂടെ കടന്നു വന്ന എല്ലാ ക്ഷതങ്ങളും മുറിവുകളും അതിന് അനന്തര ഫലങ്ങളും എടുത്തു മാറ്റി ഞങ്ങളുടെ കുടുംബത്തോടും ഞങ്ങളോടും ഞങ്ങളുടെ തലമുറയോടും കരുണയായിരിക്കണമേ. പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി നമ്മുടെ കുടുംബവൃക്ഷത്തെ മുഴുവനായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മുറിവുണക്കുന്ന കർത്താവിന്റെ വലിയ കരുണ നമ്മുടെ കുടുംബവൃക്ഷത്തിന്റെ മേൽ ചൊരിയപ്പെടട്ടെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകളും ചൊരിഞ്ഞ് എല്ലാ വരങ്ങളും ചൊരിഞ്ഞ് എല്ലാ മുറിവുകളും ഉണക്കി ഞങ്ങളെ ഞങ്ങളുടെ തലമുറയെയും കുടുംബവൃക്ഷത്തെയും സൗഖ്യപ്പെടുത്തണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നന്ദിയോടെ ആശീർവാദം സ്വീകരിക്കും. മക്കളെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് എല്ലാ മുറിവും ഉണക്കി ഞങ്ങളുടെ കുടുംബവൃക്ഷത്തെ തലമുറയെ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ, അങ്ങയുടെ സ്വന്തമാക്കി മാറ്റണേ. ആമേൻ.